Onam skit, a sarcastic skit depicting the new generation life. കേരള രാഷ്ട്രീയ വിവാദങ്ങൾക്കും കുത്തനെയുള്ള വിലക്കയറ്റത്തിനുമിടയിൽ വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. കുമ്മിയും കൂത്തും കൂറത്തിപ്പാട്ടും ഓട്ടൻ തുള്ളൽ തിരുവാതിരയും ഓട്ടൻ തുള്ളൽ തിരുവാതിരയും നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ വീടു കാണാൻ, നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ വീടു കാണാൻ, നീ വരുമോ എന്റെ വീടു കാണാൻ. വെജിറ്റബിളും ചില ഓണക്കിറ്റുകളും വാങ്ങിയിട്ടുണ്ട്. നാളെ ഓണമല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഓ പിന്നെ ഉത്രാടം തിരുവോണം ഞാൻ കുക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. ഏഷ്യാനെറ്റിലും സൂര്യയിലും ഒക്കെ എത്ര പുത്തൻ ഫിലിംസ് ആണ്, എനിക്ക് എല്ലാം കാണണം. ഓ, നീ എപ്പോ നോക്കിയാലും ജീവി കണ്ടോണ്ടിരുന്നോ? സാന്തെ, നീ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങൂ. വെളിയിലല്ലേ ഓണം. മാവേലി സ്റ്റോറിന് മുമ്പിൽ എന്താ ക്യൂ, അതിലും വലിയ ക്യൂ ബിവറേജ് ഷോപ്പിൽ. എത്ര എണ്ണമാണ് അടിച്ച് പാമ്പായി ഈ കിടക്കുന്നതൊന്ന്, ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നതാണ് ശാന്തെ. അതല്ലേ ഓണം. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു ബിവറേജ്, മരിച്ചാലും ബിവറേജ്, ജനിച്ചാലും ബിവറേജ്, കല്യാണത്തിനും ബിവറേജ്. ഓ എന്റെ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എന്നാലും ശാന്തെ, ഓണമല്ലേടി, ഒരു കൊച്ചു സദ്യയെങ്കിലും വേണ്ടേ? അതൊക്കെ നമുക്ക് ഓർഡർ കൊടുക്കാമെന്നേ. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ, പേപ്പർ വാഴയിലയിൽ സദ്യ റെഡി. എന്റെ ശാന്തെ, വലിയ വില കൊടുത്ത് ഞാൻ അല്പം പച്ചക്കറിയും വാഴയിലയും പിന്നെ റെഡി ടു കുക്ക് പായസം മിക്സും ഒക്കെ വാങ്ങിയല്ലോടി. മനുഷ്യ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ തന്നെത്താൻ അങ്ങ് വെച്ചുണ്ടാക്കിക്കോ. അല്ല പിന്നെ. എന്നാലും ശാന്തെ, ഓണമായിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ടേ? വേണം വേണം. രാവിലെ കുളിച്ചില്ലെങ്കിലും സെറ്റ് സാരിയൊക്കെ ഉടുത്തൊരുങ്ങി ടിവിയുടെ മുന്നിൽ എത്തണം. പിന്നെ പൂക്കളത്തിന്റെ കാര്യം എന്തായി? അയൽവക്കക്കാരൊക്കെ നോക്കുമ്പോൾ ഒരു പൂക്കളം ഇല്ലെങ്കിൽ മോശമല്ലേ? ഓ എന്റെ ശാന്തെ, ഞാൻ അത് പറയാൻ മറന്നുപോയി. നമ്മളെ തോമാനെ തങ്ങപ്പണ ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു, അണ്ണേ അവിടെ പൂവിന് വലിയ വിലയുണ്ട, എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ തന്നെ വാങ്ങിക്കണ എന്ന് പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ ശാന്തെ, പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്ന് റെഡിമെയ്ഡ് പൂക്കൾ വാങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ എന്റെ ഭാര്യയെ നീ അങ്ങോട്ട് കുളിച്ചോ നീ സെറ്റും കൊണ്ട് കൊടുത്ത് പൊട്ടുമൊക്കെ തൊട്ട് നീ എടുത്ത് അങ്ങോട്ട് വെച്ചാ മതി. അച്ഛ എനിക്ക് പൂക്കളം ഇടണം, ഊഞ്ഞാലിടണം, പുലികളി കാണണം. എനിക്ക് ഓണത്തിനുണ്ടെന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു മോളെ, അതൊക്കെ പണ്ട്. ഇപ്പൊ നീ അതൊക്കെ ഫേസ്ബുക്കിൽ കണ്ടാ മതി. അമ്മ കാണുന്ന ഫിലിമിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓണപ്പമ്പക്കുകളുടെ അഡ്വർടൈസ്മെന്റ് കാണാം. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ ഈ ഫിലിം ഒന്ന് കണ്ടോട്ടെ. അമ്മേ, നെത്തോലി ചെറിയ മീനല്ലേ? നീ എന്താ മോളെ എപ്പോഴും ഈ കുന്ത്രാണോ കൊണ്ടിരിക്കുന്നത്? നാളത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? Yes, I know. Tomorrow is Tiruvanam. That's why I'm in Facebook. ഞാൻ ഫ്രണ്ട്സിനോട് ഓണത്തെ പറ്റി ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ അച്ഛാ? കാലത്തിനൊത്ത കോലം, നാടോടുമ്പം നടുവേ ഓടണം. ഓണത്തിനെങ്കിലും നാട്ടിൽ ഹർത്താലില്ലായിരുന്നാൽ മതിയായിരുന്നു. ചുമ്മാതല്ല മഹാബലി വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മളെ കാണാൻ വരുന്നത്. നാത്തൂനെ നാത്തൂനെ നാം എങ്ങോട്ടോടണ നാത്തൂനെ, നാടോടുമ്പം നടുവേയോടണ നടുപൊട്ടുമെങ്കിലിരുന്നോളൂ. നീ എന്താടി മോളെ വല്ലാതിരിക്കുന്നത്? ടീച്ചർ അടിച്ചോ? ആ ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴും വഴക്ക് പറയും. സാരമില്ല, ഞാൻ നാളെ ടീച്ചറെ കണ്ടു പറയാം. അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാമോ? അത് ഒരുമിച്ച് വേണം അമ്മ വരാൻ. ടീച്ചർക്ക് മലയാളം ഒട്ടും അറിയില്ലേ?
അത്യാവശ്യം പറയും. ഇന്നലെ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ അയ്യോ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ടു. അപ്പൊ മലയാളം അറിയാം. പക്ഷെ വീഴുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം ഇംഗ്ലീഷിലാ. ശരി, എന്തിനാ ടീച്ചർ നിന്നെ വഴക്കു പറഞ്ഞത്? ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ വായ തുറക്കാവൂ. എന്റെ അടുത്തിരിക്കുന്ന സ്മോള് കൂട്ടുവായ ഇടുന്നതും തുമ്മുന്നതും വരെ ഇംഗ്ലീഷിലാ. എനിക്കങ്ങനെ പറ്റില്ല. എല്ലാം ശരിയാവും. ഇനി വീട്ടിലും നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. എല്ലാത്തിനും ഇംഗ്ലീഷ് പറയാൻ എനിക്ക് വയ്യ. അയ്യോ, അങ്ങനെ പറയരുത്. അച്ഛനും അമ്മയും കൂടി ചില പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾ ഞങ്ങളെ അച്ഛ അമ്മ എന്ന് വിളിക്കരുത്. അത് കഴിഞ്ഞു ചെയ്യാം. പേര് വിളിച്ചാൽ മതിയല്ലോ, ശാന്തയും ഗോപിയും. പോരാ, പകരം ഡാഡി മമ്മി എന്ന് വിളിക്കണം. അത് മോശം, ഞാൻ വിളിക്കില്ല. എന്തു മോശം? അമ്മേ, ആൺകുട്ടികളെ എല്ലാരും എന്താ വിളിക്കുക? പേര് വിളിക്കും. അല്ല, ഡാ എന്ന് വിളിക്കും. ഡാ ഇവിടെ വാ ഡാ. പെൺകുട്ടികളെ ഡി എന്ന് വിളിക്കും. അതുകൊണ്ട് ആണും പെണ്ണും അല്ലാത്ത ആൾക്കാരെ എന്ത് വിളിക്കും? ഡാ ഡി എന്ന് വിളിക്കും. നിർബന്ധമാണെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കാം. വേണ്ട മോളെ, നീ പഴയതുപോലെ വിളിച്ചാൽ മതി. എന്നാ പിന്നെ എന്നെ മമ്മി എന്ന് വിളിച്ചൂടെ? അമ്മേ, അമ്മയ്ക്ക് മമ്മീന്റെ അർത്ഥം അറിയോ? ഈജിപ്തിലെല്ലാം ശവത്തിനെ മമ്മി എന്ന് വിളിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. നിന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. പൊന്നോണമായി നീ വരൂ പൊന്നോണത്തും. മോടെ അപ്പൂപ്പൻ മരുന്ന് തോന്നുന്നു. ഹായ്, ഗ്രാൻഡ്പ വന്നേ, ഗ്രാൻഡ്പ വന്നേ. ഇവിടെ ഓണപ്പാട്ടും കളികളും ഒന്നും ഇല്ല മക്കളെ. ഉണ്ട് ഗ്രാൻഡ്പ. Open Gangnam Style. Open Gangnam Style. Gangnam Style. Open Gangnam Style. Gangnam Style. Open Gangnam Style. കാലം പോയൊരു പോക്കേ. എന്താ പോലെ നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്? ഇവിടെ ഓണം ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ലേ? അമ്മയുടെ കൈപുണ്യം കിട്ടിയിട്ടുള്ള മകൾ നീയല്ലേ? അതാ ഓരോ ഓണത്തിലും ഞാൻ ഇങ്ങോട്ട് തന്നെ വാങ്ങും. ഈ അച്ഛന്റെ ഒരു കാര്യം, ഇപ്പൊ ഓണസദ്യയൊക്കെ ഇൻസ്റ്റന്റ് അല്ലേ? നമുക്ക് സദ്യയൊക്കെ ഓർഡർ കൊടുത്തു വാങ്ങാം. അതൊന്നും പോരാ മോളെ. ഈ വാങ്ങുന്ന കറികൾക്കൊക്കെ ഒരു ടേസ്റ്റും ഇല്ലെന്നേ. സാമ്പാറും പുളിശ്ശേരിയും പായസവും എല്ലാം ഒരുപോലെ. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഓണസദ്യ ഒരുക്കാം. കുട്ടികളും കൂടട്ടെ, അവര് ഓണം എന്താണെന്ന് അറിയട്ടെ. ഞാൻ വരുന്ന വഴിക്ക് തമ്പാനഗറിയിൽ വെച്ച് ലോറൻസിനെയും മുഹമ്മദിനെയും കണ്ടു. എല്ലാരും കൂടെ ഓണം കൊണ്ടിട്ട് കുറെ നാളായല്ലോ. അതുകൊണ്ട് അവരെ ഓണം കൂടാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങെത്തും. അതിന് അവർക്ക് ഒട്ടും സമയം കാണാൻ വഴിയില്ലല്ലോ. ഓണം ടൂറിസം വരാഘോഷത്തിൽ തിരക്കിലായിരിക്കുമല്ലോ അവര്. ആകട്ടെ, ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവര് ഇങ്ങോട്ട് എത്തും. ഹലോ ഗോപിച്ചേട്ടാ, നമസ്കാരം. ഓണമൊക്കെ എവിടം വരെ ആയി? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ? ഒട്ടും സമയമില്ല. ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ തിരക്കാണ്. ഇഷ്ടം പോലെ ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ? ആഘോഷത്തിന്റെ മുന്നിൽ നിർത്താൻ ഒരു മാവേലിയെ തപ്പി ഇറങ്ങിയതാ. നിങ്ങളുടെ അയലത്തെ രാമൻകുട്ടിയെ കിട്ടിയാൽ കൊള്ളാം. ഓ, അവനെ കിട്ടില്ല. ഒരാഴ്ചയായിട്ട് അവൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിൽ മാവേലിയായിട്ട് നിൽക്കുകയാണ്. അവനിപ്പോ വലിയ ഡിമാൻഡാണ്. എടോ, നമ്മുടെ രമേശ് അവനെ കിട്ടില്ലേ? ഏത് രമേശ്? ഇല്ല, നമ്മുടെ താടി രമേശ്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അവിടെ ബിവറേജിന് മുമ്പിൽ നിറയെ പാമ്പായി കിടക്കുന്നത്. അതിലൊരു പാമ്പാണ് ഈ പറഞ്ഞത്. ഇനിയിപ്പം ആരും ഒന്ന് കണ്ടുപിടിക്കും. മാവേലി വേഷമില്ലാതെ എന്തോന്ന് ഓണം. നമുക്ക് ഓൺലൈനായി ബുക്ക് ചെയ്താലോ? ഓണവും മാവേലിയും ഒക്കെ ഇപ്പോൾ കച്ചവടമായി മാറിയിരിക്കുകയാണ്.
ഇത് ഇങ്ങനെ തന്നെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും? ഈ ന്യൂ ജനറേഷനിൽ ഇങ്ങനെയൊക്കെ പറ്റും. എല്ലാം ഫാസ്റ്റ് ലൈഫ് അല്ലേ? ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ കിട്ടാത്തതൊന്നുമില്ല. അതല്ലേ പുരോഗതി. നിർത്തി. നിങ്ങൾ എന്തൊരു അസംബന്ധമാണ് കാട്ടിക്കൂട്ടുന്നത്? ഇത് കാണാനാണോ നാം പാതാളത്തിൽ നിന്നും ഇവിടെ എത്തിയത്? മതിയായി, മടങ്ങി പോവുകയാണ്. അയ്യോ തിരുമനസ്സേ, പിണങ്ങി പോകരുതേ. ഇത് ഞങ്ങളുടെ ഒരു നാടകമായിരുന്നു. ന്യൂ ജനറേഷൻ ഓണത്തെ കുറിച്ചുള്ള ഒരു സ്കിറ്റ്. ഞങ്ങൾ ഇവിടെ കലാലയയിൽ ഓണം ആഘോഷിക്കുന്നത് പഴമയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ്. തുമ്പിതുള്ളലും വില്ലുപാട്ടും കോൽക്കളിയും തിരുവാതിരയും പുലികളിയും കൊയ്ത്തുപാട്ടും എല്ലാം ഉണ്ട്. മഹാബലി തമ്പുരാൻ ഇതെല്ലാം കണ്ടാസ്വദിച്ച് ഓണസദ്യയുമുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. മാവേലി